ഹൈ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സസൈസ് +1 ട്രിഗ്നോമെട്രി ചാപ്റ്റർ 3-ലെ എക്സസൈസ് 3.1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2-ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് റേഡിയൻ മെഷർ. നമുക്കിവിടെ എന്താണ്, ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യൂസ് പൈ ഈക്വൽ ടു 22/7. പൈക്ക് നമ്മൾ എന്ത് കൊടുക്കണം? 22/7 കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താണ്, റേഡിയൻ മെഷർ തന്നിട്ടുണ്ട്. നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് അത് കൺവേർട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 11/16 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയൻ മെഷർ എന്താണ്, ഡിഗ്രി മെഷർ, റേഡിയൻ മെഷർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഡിഗ്രി മെഷറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഡിഗ്രി മെഷർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡിഗ്രി മെഷർ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ അല്ലേ. അപ്പം ആദ്യം ഞാൻ ആ ഇക്വേഷൻ അങ്ങ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 11 റേഡിയൻ മെഷർ ഇവിടെ തന്നേക്കുന്ന എത്രയാണ്? 11/60 ഇത് കൊടുക്കുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൈയുടെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 22/7 എന്നുള്ളത്. സോ 180 ഡിവൈഡഡ് ബൈ പൈക്ക് ഇവിടെ എത്രയാണ്? 22/7 ഇൻറ്റു 11/16 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പോവും? ഈക്വൽ ടു 180 ഇൻറ്റു 11 ഇൻറ്റു ഈ 7 എന്ത് ചെയ്യും? മേലോട്ട് പോവില്ലേ? 7 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 16 എന്ന് വരും. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്കിവിടെ കട്ട് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ ഈ 22 11 കൂടെ കട്ടായി ഇവിടെ 2 വരും അല്ലേ. അതുപോലെ ഇവിടെ 16 ഈ 18 കട്ടാവൂലേ. ഇവിടെ 16 എന്ന് പറയുമ്പം 8 2s are 16. ഇവിടെ എത്രയാണ്? 9 എന്ന് വരും. അപ്പം എത്ര നമുക്ക് ഫൈനൽ വരിക? 9 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 63 അല്ലേ. അപ്പോൾ 630 ഡിവൈഡഡ് ബൈ എന്ത് വരും? 16 എന്ന് വരും. ഇവിടെ ഓൾറെഡി 19 ആണല്ലോ. അപ്പോൾ അവിടെ 0 ഇല്ല. 0 കൂടെ കൂട്ടിയായിട്ടോ 9 × 7 എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, ഞാൻ ഒന്നും കൂടി ഇവിടെ ബാക്കിയായിട്ട് എഴുതാം. ഇവിടെ ബാക്കി എന്തുണ്ട്? 9 ഒന്നല്ല, ഇവിടെ 18 എന്ന് പറയുമ്പം 9 2s are 18 ആണല്ലോ. അപ്പോൾ 19 × 7 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ 9 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 63. അപ്പോൾ 630 ഡിവൈഡഡ് ബൈ 16 എന്ന് വന്നു. അപ്പം 630 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുമ്പം ഇതിനെ നമുക്ക് ഇനിയും നമുക്ക് സെറ്റ് ആക്കാനില്ലേ. ഇനിയും ഏതിൽ പോവും? 630 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഇത് 315 വരും. ഇതെത്ര വരും? 8. അപ്പം 315/8 ആണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയത്. ഇതിനെ പിന്നെയും നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് ഡിഗ്രിയിലേക്ക് എത്തിച്ചു. ഇനി ഇവിടെ നമ്മൾ ഇതും കൊണ്ട് ഡിഗ്രി ആയോ? ഇല്ല. ഇനി നമ്മൾ അഗെയിൻ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 315 ഡിവൈഡഡ് ബൈ 18 ചെയ്യുക. ഓക്കെ. 350 ഡിവൈഡ് ബൈ 18 എന്ന് പറയുമ്പം എത്ര വരിക? 2 8 are 16, 3 8s are 24, 6. അപ്പം 3 8s are 24 ഇവിടെ വരുന്നു. ദെൻ ഇവിടെ എത്ര വരും? 75 അല്ലേ. 75 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 9 8s are 72 അഗെയിൻ. അപ്പം നമുക്ക് ഇവിടെ എത്ര വരും? 3 വരും. ഇനിയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര വരും? 39 ഡിഗ്രി എന്ന് വരും. ഓക്കെ. 39 ഡിഗ്രി പ്ലസ് 3/8 മിനിറ്റ് എന്ന് വരും. സോറി, 3/8 ഡിഗ്രി എന്ന് തന്നെ ആദ്യം എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് കൊണ്ടായോ നമുക്ക് ഇതിനെ മിനിറ്റും സെക്കൻഡിലേക്കും കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പോൾ 39 ഡിഗ്രി, അപ്പോൾ 39 ഡിഗ്രി പ്ലസ് 3/8 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 60 ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഇൻറ്റു 60. കാരണം എന്താണ്? 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60 മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കണേ. അതിനോട് നമ്മൾ ഇൻറ്റു 60 കൊടുക്കുന്നു. ഡിഗ്രി ഇവിടെ 39 ഡിഗ്രി കിട്ടി. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും ചെയ്യാനുണ്ട്. അപ്പം മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 39 ഡിഗ്രി പ്ലസ്
ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് രണ്ടും കൂടെ കട്ടായിട്ട് ഇവിടെ എന്ത് വരും? ഇവിടെ ഇതെങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക? ഇവിടെ 13ഉം ഇവിടെ എന്ത് വരും? 4ഉം വരും. ഓക്കെ, ഇനി അഗെയിൻ ഇവിടെ നമുക്ക് പിന്നെയും കട്ടാക്കത്തില്ലേ? 19/4നെ പിന്നെയും കട്ടാക്കല്ലോ. ഇവിടെ നമുക്ക് എത്ര കിട്ടി? അപ്പം 19/4 വന്നില്ലേ? ഇതിനെ അഗെയിൻ പിന്നെയും കട്ടാക്കത്തില്ലേ? ബൈ 2 എന്ന് ഇവിടെ എന്ത് വരും? 45/2 എന്ന് വരില്ലേ? ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും? 39 ഡിഗ്രി പ്ലസ് എന്ത് ചെയ്യുന്നു? 45/2. 45/2 എന്ന് പറയുമ്പോൾ എത്ര വരും? അല്ല സോറി 45/2. അപ്പോൾ 2 2s 4 5 വരുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 2 2s 4. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 1 വന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? 22 1/2 മിനിറ്റ്സ് എന്ന് വരും. ഓക്കെ, 22 1/2 മിനിറ്റ് നമ്മളിത് ഫുള്ളായിട്ട് കൊടുക്കുന്നു. 39 ഡിഗ്രി കൊടുത്തല്ലോ. ഇനി നമുക്കിതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് 39 ഡിഗ്രി പ്ലസ് 22 എന്ന് കിട്ടിയല്ലോ. 22 മിനിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു? ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. 22 പ്ലസ് 1/2 മിനിറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ഈ 1/2 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ സെയിം മെത്തേഡ് തന്നെ 22 മിനിറ്റ് പ്ലസ് ഈ 1/2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 60 ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 1/2 60 ചെയ്ത് നമുക്ക് ഡയറക്റ്റിനെ ഡിവൈഡ് ഒന്നും ചെയ്യണ്ടല്ലോ, ഓൾറെഡി അറിയാലോ. 30 അല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക? 39 ഡിഗ്രി പ്ലസ് 22 മിനിറ്റ് പ്ലസ് എന്താണ് 13 സെക്കൻഡ് എന്ന് വരും. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഡിഗ്രി കൺവേർട്ട് ചെയ്യുമ്പം 39 ഡിഗ്രി പ്ലസ് 22 മിനിറ്റ് പ്ലസ് പ്ലസ് എന്ന് കൊടുക്കാണ്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ ചോദിച്ചത്. 39 ഡിഗ്രി പ്ലസ് 22 മിനിറ്റ് പ്ലസ് 13 സെക്കൻഡ്. ഇതാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ ആൻസർ വരിക ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും നമ്മൾ വളഞ്ഞു ചുറ്റി ചെയ്യാൻ വേണ്ടി പോയത്? നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരുമ്പം ഇവിടെ നമ്മളോട് തന്നിട്ടുള്ള ആകെ എന്താണ്? റേഡിയൻ എന്ന് പറഞ്ഞാൽ 11/16 എന്നാണ്. അല്ല, ഇപ്പോൾ ഇവിടെ 11/π റേഡിയൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ പൈ ഇവിടെ ഓൾറെഡി വാല്യൂ കൊടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ സാധാ ഒരു 11/16 കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും മിനിറ്റിലേക്കും സെക്കൻഡിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് ഡിഗ്രി എഴുതേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി പൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വളഞ്ഞു ചുറ്റി ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഓരോ ക്ലാസ് മുമ്പോട്ട് ഇടാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.